രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ദി ഗേൾ ഫ്രണ്ട് കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. രശ്മിക മന്ദാനയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടന്ന വികാരഭരിതമായ ഒരു അനുഭവം വെളിപ്പെടുത്തി സംവിധായകൻ. ഒരു ഇമോഷണൽ സീനിന്റെ ചിത്രീകരണത്തിന് പിന്നാലെ നടിക്ക് കരച്ചിലടക്കാനാവാതെ 20 മിനിറ്റോളം കരഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിലെ ഒരു പ്രധാന രംഗത്തിൽ ഹോസ്റ്റൽ മുറിയുടെ വാതിലിൽ സ്വന്തം കഥാപാത്രത്തെക്കുറിച്ചുള്ള അശ്ലീല പരാമർശങ്ങൾ കാണുന്ന നിമിഷമാണ് ചിത്രീകരിച്ചത്. ഈ രംഗത്തിനു മുൻപ് സംവിധായകൻ രശ്മികയോട് ആ വാതിൽ ഷൂട്ടിങ്ങിന്റെ സമയം മാത്രം കണ്ടാൽ മതിയെന്നും അതിനു മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ താൻ ഇതുവരെ നേരിട്ട സൈബർ ആക്രമണങ്ങൾ ഓർത്തുവെക്കണമെന്നും രശ്മികയോട് നിർദ്ദേശിച്ചിരുന്നുവെന്ന് രാഹുൽ രവീന്ദ്രൻ വ്യക്തമാക്കി. ഭൂമ എന്ന കഥാപാത്രത്തെ പോലെ ചിന്തിക്കാതെ രശ്മികയെ പോലെ തന്നെ ചിന്തിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം വാതിലിന് മുന്നിലെത്തി ആ കാഴ്ച കണ്ട രശ്മികയുടെ പ്രതികരണം അഭിനയമല്ല, യഥാർത്ഥ വികാര പ്രകടനമായിരുന്നു എന്ന് സംവിധായകൻ പറയുന്നു. ഷോട്ട് പൂർത്തിയായതോടെ നടി മുറിയിലേക്ക് കയറി കരയാൻ തുടങ്ങി. ഏകദേശം 20 മിനിറ്റോളം കരച്ചിൽ തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷോട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായി വന്നെങ്കിലും അതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. നടിയുടെ മാനസികാവസ്ഥ കണ്ടപ്പോൾ ആശങ്കയായിരുന്നുവെന്നും രാഹുൽ രവീന്ദ്രൻ പറഞ്ഞു. തിരക്കഥ വായിച്ചതിനു ശേഷം രശ്മിക തനിക്ക് ഈ കഥാപാത്രം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും ഈ കഥ സ്ത്രീകളെ ഏറെ സ്വാധീനിക്കുമെന്നും പറയാറുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ കഥാപാത്രത്തെ എഴുതുമ്പോൾ എൻ്റെ അഭിനേതാക്കൾക്ക് എങ്ങനെയുള്ള കണ്ണുകൾ വേണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടാവാറുണ്ട്. വളരെയധികം ആന്തരിക പോരാട്ടം നേരിടുന്ന ഭൂമ എന്ന കഥാപാത്രത്തിന് വളരെ സുതാര്യമായ കണ്ണുകളുള്ള ഒരു സ്ത്രീയെയാണ് തനിക്ക് വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ രശ്മികയെ ഹെഡ്ലൈറ്റ് കണ്ണുകൾ എന്നാണ് വിളിക്കുന്നതെന്നും അവൾ ഭൂമ എന്ന കഥാപാത്രത്തോടൊപ്പം പറന്നുയരുകയായിരുന്നു എന്നും തനിക്ക് അവളിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദി ഗേൾ ഫ്രണ്ട് നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ 1-ലധികം ഭാഷകളിൽ സ്ട്രീം ചെയ്യുന്നു. രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി, റാവു രമേശ്, രോഹിണി, അനു ഇമ്മാനുവൽ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ഹേഷാം അബ്ദുൾ വഹാബാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയത്. ചീല സൗ, മന്മഥുഡു 2 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി ഗേൾ ഫ്രണ്ട്. ഇമോഷണൽ തീവ്രതയേറിയ ദി ഗേൾ ഫ്രണ്ട് സിനിമാ പ്രേമികളിൽ കൂടുതൽ പ്രതീക്ഷ ഉയർത്തുന്നതായാണ് വിലയിരുത്തൽ.